യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകാത്തതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട്ട് ലീഗിനെതിരെ യൂത്ത് ലീഗ് സ്ഥാനാർത്ഥി. യൂത്ത് ലീഗ് സംസ്ഥാന നേതാവ് യൂസഫ് പടനിലമാണ് ലീഗിനെതിരെ കുന്നമംഗലത്ത് വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. യൂസഫിന് പിന്തുണ പ്രഖ്യാപിച്ച LDFും രംഗത്തെത്തി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 30% സീറ്റുകൾ യുവാക്കൾക്ക് നൽകണമെന്ന സംസ്ഥാന സമിതിയുടെ നിർദ്ദേശം പലയിടത്തും പാലിക്കപ്പെട്ടിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് കുന്നമംഗലത്ത് ലീഗിനെതിരെ യൂത്ത് ലീഗ് തന്നെ രംഗത്ത് വന്നത്. സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ പോലും യൂത്ത് ലീഗിന്റെ അഭിപ്രായം മാനിച്ചില്ലെന്നാണ് ആരോപണം. തുടർന്നാണ് യൂസഫ് പടനിലം കുന്നമംഗലം ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാവാൻ തീരുമാനിച്ചത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം മാർഗരേഖയുണ്ട്. ഇലക്ഷൻ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാലിക്കേണ്ടത് പാർലമെന്റ് ബോർഡുകൾക്ക് അയച്ചിട്ടുണ്ട്. അത് ഹവണക്കട ഹൈദരലി തങ്ങളുടെ കണിശമായ നിർദ്ദേശമാണ്. ആ നിർദ്ദേശം കോഴിക്കോട് ജില്ലയിൽ പൂർണ്ണമായി ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് സജി നെടുവണ്ണൂർ പറഞ്ഞതുപോലെ യുവജനങ്ങളെ അരിഞ്ഞു വീഴ്ത്തിയിരിക്കുന്നു എല്ലായിടങ്ങളിലും. യൂസഫിന് പിന്തുണയുമായി ഇടതുമുന്നണിയും രംഗത്തെത്തിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പൈങ്ങോട്ടുപുറം ഡിവിഷനിലും ലീഗിന് വിമതനുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഉപയോഗപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാമെന്ന് ലീഗ് കണക്കുകൂട്ടുമ്പോഴാണ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ തന്നെ ലീഗിൽ പൊട്ടിത്തെറിയുണ്ടായിരിക്കുന്നത്. 24 കോഴിക്കോട്.